ഒരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ എപ്പോഴും പറയുന്നേക്കാം ഭയങ്കര ഓവർ തിങ്കിങ് ആണ്, ഭയങ്കര ഡിപ്രഷൻ, ഇതൊക്കെ കുറെ പുതിയ വേർഡ്സ് ഒക്കെ സിങ്സ് എന്നൊക്കെ പണ്ടത്തെ മറ്റേ ഡിപ്രഷൻ പുതിയ പേര്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയിട്ടുള്ളത്? ഫസ്റ്റ് നമുക്ക് കാണുന്ന ഒരാൾക്ക് നമ്മൾ പറയുന്നത് അറിയാം, ആരാൻ്റെ നമുക്ക് ഭ്രാന്തായാലും കാണാൻ നല്ല ഭംഗിയാണെന്നുള്ളത്, നല്ല രസമാണ് കാണാൻ. അതാണ് ഇപ്പോൾ ഇവിടെ കൃഷ്ണപ്രിയ പറഞ്ഞു ചിരിക്കുന്നത്. കാരണം കൃഷ്ണപ്രിയ പറയുന്നത് പിന്നെ മൂഡ് സ്വിങ്സ്, ഫ്രസ്ട്രേഷൻ, ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരൊറ്റ മീനിങ്ങേ ഉള്ളൂ. അതിൻ്റെ മീനിങ് വട്ട്, പണ്ടത്തെ ആൾക്കാർ പറയും വട്ട് എന്നാണ്. അപ്പോൾ ആ വട്ട് വരുന്നത് ഈ പണിക്ക് പോവാതെ നിൽക്കുന്ന ആൾക്കാർക്കാണ് വട്ട് വരുന്നത് എന്നാണ്. അപ്പോൾ അതിലാൾ പറയുന്നുണ്ട്, ആൾ നല്ല പിന്നെ ആക്ട്രസ്സാണ്, പിന്നെ സിംഗറാണ്, പിന്നെന്താണ് ഡാൻസറാണ്. അപ്പോൾ ആൾക്ക് ഒരു സെക്കൻഡ് പോലും എവിടെ ഇരിക്കാൻ സമയമില്ല. അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. ഇല്ലാതെ ഇരിക്കട്ടെ, അതിലൂടെ പോയ ആൾക്കാർക്കും അത് പിന്നെ അവരുടെ റിലേഷനിൽ പെട്ട ആൾക്കാർക്ക് മാത്രമേ ആ ഒരു ഡിപ്രഷന്, മൂഡ് സ്വിങ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. ബെന്യാമിൻ്റെ ഒരു വരികളുണ്ട്. കാരണം നമ്മൾ അനുഭവിക്കാത്തതൊക്കെ നമുക്ക് വെറും കഥകളാണ്, ജീവിതങ്ങളാണെന്നൊക്കെ ഒരു ഇത് പറയുന്നുണ്ട്. ശരിക്കും അത് തന്നെയാണ്. കാരണം നമ്മുടെ മുന്നിലൂടെ അങ്ങനെ ഒരാൾ പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് അങ്ങനെ പറഞ്ഞു ചിരിക്കാനായിട്ട് കഴിയില്ല. കാരണം ഞാനൊരു 10-12 വർഷം മുന്നേ 3ാമത്തെ ആളെ ഡെലിവറി കഴിഞ്ഞ് പിന്നെ 4 മാസമായപ്പോഴേക്ക് ആളെ പഠിച്ചുകൊണ്ടേ. അപ്പം ആ ഒരു സ്റ്റേജിനെ സംബന്ധിച്ച് ഭയങ്കര ഒരു എന്താ പറയുക, അത് റിക്കവർ ചെയ്യാനായിട്ട് ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തേക്കണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ പുറമേ നിന്ന് കാണുന്ന ആൾക്കാർക്ക് ഞാൻ നല്ലൊരു ബോൾഡ് പേഴ്സണാണ്, ഭയങ്കര ധൈര്യമാണ്, അങ്ങനെ കരയൊന്നുമില്ല. പക്ഷേ ഉള്ളിൽ എനിക്ക് ഭയങ്കര സങ്കടമായിരിക്കും. ഞാനത് ആരോടും പറയാറില്ല, ആരെ സിമ്പതിയൊന്നും എനിക്ക് വേണ്ട, അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റിയാണ്. അപ്പം എനിക്ക് വിഷമമുണ്ടെങ്കിൽ ഞാനത് ഒന്നുകിൽ എൻ്റെ ആ ഒരു ഇതിൽ തന്നെ ഒതുക്കുക, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഡയറിയിൽ ഞാൻ എഴുതി വെക്കും. പക്ഷെ ആ ഒരു സമയത്തൊക്കെ എനിക്ക് തന്നെ പിന്നെന്താ പറയുക, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം വെച്ചാൽ ഭയങ്കര ഞാൻ ആ ഡെലിവറി കഴിഞ്ഞ് തന്നെ പിന്നെ നോർമൽ ഡെലിവറി ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം മോനിക്ക് ഒരു 9 ദിവസം നോർമലല്ല, സിസേറിയനായിരുന്നു. പിന്നെ 9 ദിവസം കഴിഞ്ഞപ്പോഴേക്കും മോനൊരു ഓപ്പറേഷൻ കഴിഞ്ഞു. അപ്പോഴൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര ഒരു ഡിപ്രഷൻ്റെ ഒരു ഇതിലേക്ക് പോകുന്നൊരു സമയമാണ്. ഒരു ഹോസ്പിറ്റൽ ഡേ ആയതുകൊണ്ട് അങ്ങനെ അത് കഴിഞ്ഞ് പിന്നാണ് മോനെ അത് സംഭവിക്കുന്നത്. അന്നേരം എനിക്ക് എങ്ങനെയെങ്കിലും ഇതിന്നൊക്കെ റിക്കവർ ആവണം. പക്ഷെ വീട്ടിലിങ്ങനെ ഇരുന്നിട്ട് എന്തോ പോലെ, മക്കൾ 2 ആളുണ്ട്, പക്ഷെ എന്നാലും അങ്ങനെ ഞാനൊരു ദിവസം എന്തോ ഒരു അത്യാവശ്യത്തിന്, അപ്പോൾ എൻ്റെ ഫോണിൽ ഇതുമില്ല, പൈസയില്ല. അങ്ങനെ ഞാൻ റീചാർജ് ചെയ്യാനായിട്ട് ഷോപ്പിൽ നിന്ന് കാർഡ് വാങ്ങി. അപ്പം അന്നൊക്കെ കാർഡാണ്, അത് നമ്മൾ സ്ക്രാച്ച് ചെയ്ത് നമ്മൾ തന്നെ ചെയ്യാം. അങ്ങനെ ഇത് എത്ര ഞാൻ പിന്നെ നമ്പർ ഞാൻ അടിച്ചിട്ട് ഫോണിലേക്ക് ഇത് റീചാർജ് ആവുന്നില്ല. പിന്നെയും കുറേ കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലായത് ഞാൻ സ്ക്രാച്ച് ചെയ്തിട്ടില്ല. അതിൻ്റെ മേലെ ഒരു ടോൾ ഫ്രീ നമ്പർ ഉണ്ടാവും, ആ നമ്പറാണ് ഞാൻ ഈ ഫോണിലേക്ക് അടിക്കുന്നത്. അപ്പോൾ അത് അടിച്ചതുകൊണ്ട് കാര്യമില്ലല്ലോ, സ്ക്രാച്ച് ചെയ്തിട്ട് ആ നമ്പറാണല്ലോ നമ്മൾ അടിക്കേണ്ടത്. അപ്പം അങ്ങനെ പല ഇതിലൂടെ ഞാൻ കടന്നു പോയിക്കുന്നത്. അപ്പോൾ എന്നോട് കാണുന്ന ആൾക്കാർ പറയും, അതിപ്പോൾ ചെറിയൊരു മോനല്ലേ എന്നറിയും, 3-4 മാസമല്ലായിട്ടുള്ളത്. പക്ഷേ നമ്മളെ എന്താ പറയുക, നമ്മൾ ആ ഒരു കൺസീവ് ആയി കഴിഞ്ഞത് മുതൽ നമ്മൾ ഡെലിവറി കഴിയുന്നത് വരെ അത് നമ്മളെ സ്വന്തം തന്നെയാണത്. അല്ലാതെ അതിൻ്റെ പ്രായം നോക്കിയിട്ടല്ല നമ്മൾ ആ ഒരു നഷ്ടത്തിൻ്റെ വില നമ്മൾ നിശ്ചയിക്കുന്നത്. അപ്പം അങ്ങനെ പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ ചിലർ പറയും, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ സങ്കടങ്ങളൊന്നും അങ്ങനെ കാണിക്കുന്ന ഒരാളല്ല എന്നുള്ളത്. ഇപ്പോൾ ചിലർ പറയും വിഷമമൊന്നുമില്ല, അതൊക്കെ മാറിപ്പോയല്ലോ എന്നൊക്കെ ആ ഒരു ഇതിലൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റേജൊക്കെ വരുമ്പോൾ നമുക്കത് ഓവർകം ചെയ്യാനായിട്ട് ഭയങ്കര പാടായിരിക്കും. നമുക്ക്. അപ്പോൾ അതിലൂടെ പോകുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ കൃഷ്ണപ്രിയനെ പോലെ ഒരാളെ ഭാഗത്തുനിന്ന് വരേണ്ട ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ല അത് ഒരിക്കലും. കാരണം അവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആക്ട്രസ്സാണ്, എല്ലാം ഉണ്ട്, ഡാൻസറാണ്, സിംഗറാണ്, ഒക്കെയാണ്. അപ്പോൾ ഇത്രയും സോഷ്യലായിട്ട് ആൾക്കാരോട് പെരുമാറുന്ന ഒരാളെ ഭാഗത്തുനിന്ന് തീരെ മെച്ചോർഡ് അല്ലാത്തൊരു സ്റ്റേറ്റ്മെൻറ്റാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം എയറിൽ തന്നെയാണ് കൃഷ്ണപ്രിയ ഇപ്പോൾ ഈ 2 വീക്കായിട്ട്. അപ്പോൾ നമ്മൾ വാക്കുകൾ പറയുമ്പോഴും എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക. നമുക്ക് ചിലപ്പം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷെ നമ്മളെ ചുറ്റിലുള്ള ആൾക്കാർ ഈ പ്രശ്നങ്ങളിലൂടെയൊക്കെ ഫേസ് ചെയ്ത് പോകുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അവർക്കൊരു വിഷമം വരാതെ നമ്മൾ വാക്കുകൾ സൂക്ഷിച്ച് പ്രയോഗിക്കാൻ നോക്കുക. പ്രത്യേകിച്ച് ഇങ്ങനത്തെ മെൻ്റൽ ഹെൽത്തൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
നമുക്ക് വേറെ എന്തെങ്കിലും അസുഖം എന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും. ഇത് ഫാമിലീൻ്റെ ഒരു സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് തീർച്ചയായിട്ടും അതിനൊക്കെ റിക്കവർ ചെയ്യാൻ കഴിയുള്ളൂ. പിന്നെ ഓരോരോ സിറ്റുവേഷൻ കൊണ്ടാണ് അത് വരുന്നത്.